ഹലോ ചങ്കുകളെ, അഴീക്കൽ യാത്രയുടെ വിശേഷങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഞങ്ങളന്ന് ചെന്നിട്ട് 2 ഐസ്ക്രീമൊക്കെയാണ് ആദ്യം തുടക്കം കുറിച്ചത്. ഞാനൊരു ബ്ലാക്ക് കറൻറ്റിൻ്റെ ഫ്ലേവറാണ് എടുത്തത്. കുഞ്ഞിന് എപ്പോഴും ആസ് യൂഷ്വൽ സ്ട്രോബെറിയാണ് ഫേവറേറ്റ്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ നോക്കിയപ്പോൾ 2 കൊച്ചു പിള്ളേർ കളിപ്പാട്ടങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് മണ്ണിൽ ഓരോരോ രൂപങ്ങൾ ഉണ്ടാക്കുന്നത് കണ്ടു. കുഞ്ഞുനാളിലത്തെ സംഭവങ്ങളൊക്കെ ഓർമ്മ വന്നു. കാരണം കുഞ്ഞിലെയൊക്കെ നമ്മൾ ഈ മണ്ണെടുത്ത് കാലിൻ്റെ മുകളിൽ ഇങ്ങനെ അടുക്കി വെച്ചിട്ട് ഈ ഗുഹയാണ്, ആമക്കൂടാണെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സംഭവങ്ങളൊക്കെ കുഞ്ഞിനെ ചെയ്യുമായിരുന്നു. അതൊക്കെ ഇവിടെ വന്നപ്പോൾ എനിക്ക് ഓർമ്മ വന്നു. പിന്നെ ആ കുഞ്ഞുങ്ങൾ നല്ല ഭംഗിയായിട്ട് അവിടെ ഇരുന്ന് ഓരോ രൂപങ്ങൾ ഉണ്ടാക്കുന്നു, തിര വന്നത് എടുത്തുകൊണ്ട് പോകുന്നു, പിന്നെ അവരൊന്നിൽ നിന്ന്. അത് നല്ല രസമായിരുന്നു. പിന്നെ എൻ്റെ ഒരു വീക്ക്നെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനമായിട്ട് ഞങ്ങൾ അഴീക്ക ബീച്ചിൽ പോകുമ്പോൾ ഞാനും ശിവയും ഈ കടൽ തീരത്തൂടെ ഇങ്ങനെ കയ്യും പിടിച്ച് നടക്കുന്നത് പതിവാണ്. അതിൻ്റെ ഒരു കടലിൽ നിന്ന് വരുന്ന ഒരു ഇളം കാറ്റ് ഇങ്ങനെ അടിക്കുമ്പോൾ നല്ല രസമാണ്. അതുകൊണ്ട് ഞങ്ങൾ ഒന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ മണ്ണിലൊക്കെ എഴുതി വെക്കും. പക്ഷേ ആദ്യ സമയത്തൊക്കെ ഞങ്ങൾ ആ കരയ്ക്ക് നിന്നപ്പോൾ ഞങ്ങൾ നിന്ന ഭാഗത്തേക്ക് കടലിൻ്റെ തിര വരുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ കുറേ നേരം തിര വരാതായിരുന്നപ്പോഴത്തേന് ഞാൻ പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, എന്തെങ്കിലും എഴുതി വെക്കുമ്പോൾ വരുമോയെന്ന് അറിയാമല്ലോ. ഞങ്ങൾ അത്യാവശ്യം കുറേ ബാക്ക്വേർഡായിട്ട് നീങ്ങിയാണ് നിന്നത്. കടലിൻ്റെ ആ ഭാഗത്തേക്ക് കുറേ മുന്നിലേക്കൊന്നും പോയില്ല. അപ്പോൾ ഞാൻ ശിവനോട് പറഞ്ഞു, നമുക്ക് തിര കുറച്ച് നല്ല രീതിയിൽ ശാന്തമായിരുന്നു. കടൽ തീരത്ത് സാധാരണ ആൾക്കാരൊക്കെ എഴുതി വെക്കുന്നത് കടലമ്മ കള്ളി എന്നാണ് പൊതുവെ എഴുതി വെക്കുന്നത്. നമ്മൾ കുഞ്ഞുനാൾ മുതൽ അതല്ലേ കാണുന്നത്. എന്നാൽ ഞങ്ങൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഐ ലവ് യു കടലമ്മ എന്നാണ് എഴുതി വെച്ചത്. പൊതുവേ ഒരുപാട് പേര് എഴുതുന്നുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്കറിയാം, അവിടേക്ക് നോക്കുകയാണെങ്കിൽ ആളുകളുടെ ഫുഡ് സ്റ്റെപ്പുകളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. കാരണം കുറേ നേരമായിട്ട് അവിടേക്കൊന്നും തിര വരുന്നില്ല. അതുകൊണ്ട് തന്നെ ആളുകളുടെ ഫുഡ് സ്റ്റെപ്സൊക്കെ നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റുന്നുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ഇത് എഴുതി വെച്ച് കഴിഞ്ഞപ്പോൾ എവിടെ നിന്നാണെന്ന് അറിയത്തില്ല, ഒരു തിര ഇങ്ങനെ പാഞ്ഞു വന്നു, അതങ്ങ് മായച്ചുകൊണ്ട് പോയി. അപ്പോൾ എനിക്കും ഭയങ്കര സന്തോഷമായി, ശരിക്കും ഭയങ്കര സന്തോഷമായി. ഇനിയുള്ള ബാക്കി വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ ബൈ, സീ യു.